എൻ്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2024 കുറച്ച് നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന പ്രധാനപ്പെട്ട 3 ഭാഗ്യങ്ങളെക്കുറിച്ച് ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് വിശദമായിട്ട് തന്നെ ഒന്ന് പങ്കുവെക്കാം. ഓരോ നക്ഷത്രജാതകരിലും അവരെ കാത്തിരിക്കുന്ന ഈ വർഷത്തെ പ്രധാനപ്പെട്ട ഫലങ്ങൾ നിങ്ങൾക്കായിട്ട് ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഈ വീഡിയോയിലൂടെ ഒന്ന് പങ്കുവെക്കുകയാണ്. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് എൻ്റെ പ്രിയ പ്രേക്ഷകരെ ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുതേ. അതോടൊപ്പം തന്നെ എൻ്റെ പുതിയ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ നക്ഷത്രവും ജനന സമയവും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയാണെങ്കിൽ ഈ വർഷത്തെ വിശദമായ നക്ഷത്രഫലം നിങ്ങൾക്കായിട്ട് ഞാൻ ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ വീഡിയോയിലൂടെ പങ്കുവെക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ എല്ലാവരും എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാൻ കൂടിയൊന്ന് ഓർമ്മിപ്പിക്കുന്നു. എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം അറിയിക്കുന്നു. നമുക്ക് നോക്കാം. ആദ്യം ഭരണി നക്ഷത്ര ജാതകർക്ക് ഈ ഒരു വർഷക്കാലം ലഭ്യമാകുന്ന 3 പ്രധാനപ്പെട്ട ഭാഗ്യങ്ങളെക്കുറിച്ച്. ഇവരെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ വർഷം ഇവരുടെ വിവാഹം നടക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. വിവാഹപ്രായമെത്തിയ ഭരണി നക്ഷത്രക്കാരായ സ്ത്രീ പുരുഷ നക്ഷത്ര ജാതകർക്കും അതുപോലെ തന്നെ വിവാഹ ദോഷങ്ങൾ ഉള്ളവർക്ക് ദോഷങ്ങൾ മാറുന്നതിനും രണ്ടാമതൊരു വിവാഹത്തിനായിട്ട് ശ്രമിക്കുന്നവർക്ക് അതിനുള്ള സാധ്യതയും എല്ലാം തെളിഞ്ഞു നിൽക്കുന്ന സമയമാണ് ഭരണി നക്ഷത്ര ജാതകർക്ക്. നല്ലൊരു കുടുംബജീവിതം ലഭിക്കുക മാത്രമല്ല, ജീവിത പങ്കാളിയോടൊപ്പം വിദേശത്ത് പോകാൻ ഉള്ളൊരു ഭാഗ്യവും ഭരണി നക്ഷത്ര ജാതകരെ കാത്തിരിക്കുന്നുണ്ട്. ഈ ഭാഗ്യത്തോടൊപ്പം തന്നെ മറ്റു കാര്യങ്ങളും എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. കുടുംബജീവിതത്തിലെ കലഹങ്ങൾ ഒക്കെ മാറിത്തുടങ്ങും. ധനനേഷ്ടങ്ങൾക്കും സാധ്യതയുണ്ട്. തൊഴിൽ രംഗം ലാഭകരമാകാനും ഈ ലാഭം കൊണ്ട് പുതിയൊരു തൊഴിൽ തുടങ്ങാനും ഈ സമയത്ത് സാധിക്കും. വ്രണങ്ങൾ, അർശരോഗം, വാദബന്ധിയായ വേദനകൾ ഇവ മൂലം ബുദ്ധിമുട്ടിയിരുന്നവർക്ക് ഇതിൽ നിന്നൊരു മുക്തി നേടാനായിട്ട് സാധിക്കും. മാനനഷ്ടങ്ങളിൽ അകപ്പെടാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. പൊതുപ്രവർത്തകർക്ക് സ്ഥാനക്കയറ്റം ഉണ്ടാകും. പ്രായോഗിക ബുദ്ധി കൊണ്ട് ഒരുപാട് നല്ല കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ നേടിയെടുക്കാൻ സാധിക്കും. വിദ്യാഭ്യാസത്തിലെ ക്ലേശങ്ങൾ കടന്നുകൊണ്ട് വിദ്യാർത്ഥികൾ 100% വിജയം തേടുന്ന ഒരു വർഷമാണ് 2024. ഭരണി നക്ഷത്രക്കാരായ മാതാപിതാക്കൾക്ക് സന്താനങ്ങളെ കൊണ്ട് ഒരുപാട് ഭാഗ്യ അനുഭവങ്ങളും സന്തോഷങ്ങളും നിറഞ്ഞ അവസരങ്ങൾ ഈ വർഷത്തിൽ ലഭിക്കും. തൊഴിൽ സംബന്ധിച്ച തർക്കങ്ങൾ പരിഹരിക്കപ്പെടും. സുഹൃത്ത് സംഗമം ഉണ്ടാകും. ഭൂമി കൈമാറ്റങ്ങൾ നടത്താൻ നല്ല സമയമാണ്. സഹോദരങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകുമെങ്കിലും അവരുമായിട്ടുള്ള പ്രശ്നങ്ങൾ നിലനിന്നു തന്നെ പോകും. സാങ്കേതിക വിദ്യാഭ്യാസം ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം. ആയുധങ്ങൾ ഉപയോഗിക്കുന്നവരും പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ നക്ഷത്ര ജാതകർ ദോഷപരിഹാരാർത്ഥം ഭഗവതി ക്ഷേത്രത്തിൽ കുരുതി പുഷ്പാഞ്ജലി കഴിപ്പിച്ചു പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി നോക്കാം മകയിരം നക്ഷത്ര ജാതകരെക്കുറിച്ച്. ഇവരെ കാത്തിരിക്കുന്നൊരു പ്രധാന ഭാഗ്യം സന്താനങ്ങൾക്കൊരു ഗവൺമെൻറ് ജോലി എന്നതാണ്. ഇവരുടെ സന്താനങ്ങൾ 2024 തന്നെ ഗവൺമെൻറ് സർവീസിലേക്ക് പ്രവേശിക്കാനുള്ളൊരു ഭാഗ്യം ഇവരെ കാത്തിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ടത് ഇവരെ അലട്ടിക്കൊണ്ടിരുന്ന വലിയൊരു രോഗത്തിൽ നിന്നും മുക്തി ലഭിക്കുന്നൊരു സന്തോഷ വാർത്തയും ഈ വർഷം ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അധികാര സ്ഥാനങ്ങളിൽ നിന്ന് പല വിധത്തിലുള്ള ഭാഗ്യ അനുഭവങ്ങളും ഇവർക്ക് ലഭിക്കും. ആനുകൂല്യങ്ങൾ കാലതാമസം കൂടാതെ കൈവശം വന്നു ചേരും. ഭാര്യാഭർത്തൃ കലഹങ്ങൾ ഒഴിവായി തുടങ്ങും. നേത്രരോഗം,
ഹൃദയബന്ധിയായ അസുഖങ്ങൾ, ഉദരവ്യാധി ഇവ കൂടി ശ്രദ്ധിക്കേണ്ട ദിവസങ്ങളാണ്. ശസ്ത്രക്രിയകളൊക്കെ മാറ്റിവെക്കേണ്ടതായിട്ട് വരും. കാര്യതടസ്സങ്ങൾ ഒരു പരിധിവരെ മാറിക്കിട്ടും. മക്കളെ കൊണ്ട് സന്തോഷം നിറഞ്ഞ ദിവസങ്ങൾ ഇവർക്ക് ലഭിക്കാൻ പോകുകയാണ്. ധനപുഷ്ടി ഉണ്ടാകും. സത്കർമ്മങ്ങൾക്കായിട്ട് പണം ചിലവഴിക്കണം. പലവിധ ദുഃഖ അനുഭവങ്ങളും ജീവിതത്തിൽ നിന്ന് മാറിത്തുടങ്ങും. വഴിയാത്രകളിൽ വലിയ വലിയ വ്യക്തികളെ കണ്ടുമുട്ടാനും ഇവരിലൂടെ ചില നേട്ടങ്ങൾ നേടിയെടുക്കാനും സാധിക്കും. ശത്രുക്കളുടെ ഉപദ്രവം കുറഞ്ഞു തുടങ്ങും. തൊഴിൽ രംഗം മെച്ചപ്പെട്ടതായിരിക്കും. തൊഴിൽ രംഗത്ത് പണം കൂടുതൽ ചിലവഴിക്കേണ്ടതായിട്ട് വരും. വിദ്യാഭ്യാസത്തിലുള്ള തടസ്സങ്ങൾ മാറിക്കിട്ടും. ഉദ്യോഗാർത്ഥികൾ വിദേശത്ത് ജോലിക്കായിട്ട് ശ്രമിച്ചാൽ അനുകൂല സാഹചര്യം ഉണ്ടാകും. ഇവർ ദോഷപരിഹാരാർത്ഥം വിഷ്ണു ക്ഷേത്രത്തിൽ ഭാഗ്യസൂക്തം പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കണം. ഇനി നോക്കാം പുണർദം നക്ഷത്ര ജാതകരെക്കുറിച്ച്. പുണർദം നക്ഷത്ര ജാതകർ 2024 ജനുവരി മാസത്തിൽ തന്നെ ലോട്ടറി ഭാഗ്യത്തിലൂടെ സാമ്പത്തിക ഉന്നതി കൈവരിക്കും. ഇല്ലെങ്കിൽ KSFE പോലുള്ള ചിട്ടികൾ അടിക്കുകയും ഇതുമൂലം സമ്പന്നൻ ആകാനുള്ളൊരു ഭാഗ്യവും തെളിഞ്ഞു തന്നെ നിൽക്കുന്നുണ്ട്. ഇവർ 34, 23, 17, 19, 47, 63 എന്നീ സംഖ്യകളിൽ അവസാനിക്കുന്ന ലോട്ടറികൾ തിരഞ്ഞെടുത്താൽ ഭാഗ്യം സുനിശ്ചിതമാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. ഈ കാലഘട്ടത്തിൽ ബന്ധുജനങ്ങളുടെ വിരോധം കുറഞ്ഞു തുടങ്ങുകയും സേവന പ്രവർത്തനങ്ങൾക്കും മറ്റും ഉള്ള തടസ്സങ്ങൾ നീങ്ങി വരികയും വീട്ടിൽ സ്വസ്ഥത വർദ്ധിക്കുകയും ചെയ്യും. ഭാഗ്യ അനുഭവങ്ങൾ കൂടുതൽ ഉണ്ടാകും. അച്ഛനോ തത്തുല്യവരായവർക്കോ രോഗാരിഷ്ടതകൾ ഒഴിയും. ബുദ്ധിസാമർഥ്യം പ്രകടമാക്കാൻ സാധിക്കും. പൊതുവെ കലഹസ്വഭാവം നിറഞ്ഞിരിക്കുന്ന ഇവർക്ക് ഇതിൽ നിന്നൊരു മാറ്റം പ്രതീക്ഷിക്കാം. ആഭരണങ്ങളും മറ്റ് അലങ്കാര വസ്തുക്കളും വാങ്ങാൻ കഴിയും. ഉദരവ്യാധിക്ക് പ്രത്യേകം ചികിത്സ വേണം. കൂടുതൽ കാൽനട യാത്ര വേണ്ടിവരും. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ നല്ല സമയമാണ്. ചഞ്ചല മനസ്കരാകാതിരെ ഒന്ന് ശ്രദ്ധിക്കണം. ഒന്നിലും ഉറച്ച തീരുമാനം എടുക്കാൻ സാധിക്കാത്തവർക്ക് സുഹൃത്തുക്കളുടെ സഹായത്താൽ നല്ല നല്ല തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കും. വാദബന്ധിയായ വേദനകളും അലച്ചിലുകളും ജീവിതത്തെ വിട്ടൊഴിയും. കമിതാക്കളുടെ ആഗ്രഹം സഫലമാകും. ഇവർ ദോഷപരിഹാരാർത്ഥം ഭഗവതിക്ക് ചെത്തിപ്പൂമാല ചാർത്തി പ്രാർത്ഥിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. എപ്പോഴും ദോഷങ്ങൾ മാത്രം സംഭവിക്കുന്ന പൂരം നക്ഷത്രക്കാർക്ക് വിലപ്പെട്ട 2-3 ഭാഗ്യങ്ങൾ 2024 ലഭിക്കാൻ പോകുകയാണ്. ഇത് ഇവരുടെ ജീവിതം തലകീഴായി മാറ്റിമറിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ആദ്യം പറയേണ്ട ഒരു ഭാഗ്യം, വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് സമയം അനുകൂലം തന്നെയാണ്. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കൊരു സ്ഥിരം തൊഴിൽ വിസ അനുവദിച്ച് കിട്ടുന്നതും ഇവരുടെ ജീവിതം മാറ്റിമറിക്കാൻ പോകുന്നു. വിദേശത്തു നിന്നും നാട്ടിലെത്തിയവർക്ക് ഈ സമയം വിവാഹം അനുകൂലമായിട്ട് നടക്കാൻ ഉള്ളൊരു സാധ്യത കൂടി കാണുന്നുണ്ട്. ആദിത്യൻ്റെയും ബുധൻ്റെയും ഒരു അനുഗ്രഹം കൂടുതലായിട്ട് ലഭിക്കുന്ന ഒരു വർഷം കൂടിയാണ് ഈ നക്ഷത്രക്കാരെ കാത്തിരിക്കുന്നത്. പൂരം നക്ഷത്രക്കാർക്ക് വരും ദിവസങ്ങളിൽ ധനനേട്ടങ്ങൾ ഒരുപാട് ലഭിക്കും. സഹോദരങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകും. വീട്ടിൽ കലഹങ്ങൾ കുറഞ്ഞു തുടങ്ങും. മനസ്വസ്ഥത വർദ്ധിക്കും. ദാമ്പത്യ ബന്ധത്തിൽ സ്വരച്ചേർച്ച ഇല്ലായ്മ മൂലം പ്രശ്നങ്ങൾ തുടർച്ചയായി വന്നവർക്ക് ദാമ്പത്യ ജീവിതത്തിൽ ഒരേ ദിശയിലേക്ക് നോക്കാനും ഒറ്റ തീരുമാനം എടുക്കാനും ഇനി മുതൽ സാധിക്കും. മനോദുഃഖങ്ങൾ കുറഞ്ഞു തുടങ്ങും. ദൂരയാത്രകൾ വേണ്ടിവരുന്നവർക്ക് അലച്ചിലുകളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എല്ലാ കാര്യങ്ങളും വളരെ വേഗത്തിൽ തന്നെ അനുഭവപ്പെടും. ചില അപ്രതീക്ഷിത കാര്യങ്ങൾ സാധിക്കാനും അവസരങ്ങൾ ലഭിക്കും. ബന്ധുക്കൾ അകന്നു പോകുന്നതിൻ്റെ വിഷമം കഠിനമാകും. വാതരോഗങ്ങൾ, പ്രമേഹം ഇവ ശ്രദ്ധിക്കണം. മക്കൾക്ക് സുഖ അനുഭവങ്ങൾക്കിടയുണ്ട്. സ്ഥാനക്കയറ്റങ്ങൾ ലഭിക്കാൻ സാധ്യതകൾ കാണുന്നു.
വിവാഹങ്ങൾ തുടങ്ങിയ മംഗളകർമ്മങ്ങൾക്കുള്ള താമസം നീങ്ങിത്തുടങ്ങും. ബാങ്ക് ലോൺ തുടങ്ങി വെച്ചാൽ വിജയിക്കും. യാതൊരുവിധ കാലതാമസവും ഉണ്ടാകില്ല. കർമ്മമണ്ഡലവും മെച്ചപ്പെട്ടതാണ്. തൊഴിൽ സ്ഥലത്ത് കലഹം, അഗ്നിബാധ ഇവ പ്രതീക്ഷിച്ചു വേണം മുന്നോട്ടു പോകാൻ. ഗൃഹ ഉപകരണങ്ങൾ കേടുവരാനും സാധ്യതയുണ്ട്. ഇവരുടെ ജീവിതത്തിൽ ഒരുപാട് നല്ലത് നടക്കുന്നതിന് വേണ്ടിയിട്ട് ഭഗവതിക്ക് ഭാഗ്യസൂക്തം പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക. പ്രിയ പ്രേക്ഷകരെ, വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. ഇനി പുതിയൊരു വീഡിയോയിൽ കാണും വരെ എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഞാൻ നന്ദി അറിയിക്കുന്നു.